Hello students, welcome back to Call Me Honest. Next നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സീറോസ് ഓഫ് എ പോളിനോമിയൽ ആണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് പോളിനോമിയൽസ് എന്നാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ് NCERT സിലബസിലെ ക്ലാസ് 9th മാത്തമാറ്റിക്സ് ആണ്. ചാപ്റ്റർ നമ്പർ 2 ആണ് പോളിനോമിയൽസ്. ഈ ക്ലാസ് ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾക്ക് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ചോദിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ ടോപ്പിക്ക് സീറോസ് ഓഫ് എ പോളിനോമിയൽ എന്നാണ്. ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്, കൺസിഡർ ദി പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 5x³ മൈനസ് 2x² പ്ലസ് 3x മൈനസ് 2. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് പോളിനോമിയൽ 5x³ മൈനസ് 2x² പ്ലസ് 3x മൈനസ് 2 ആണെന്നുള്ളത്. ഇനി ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിക്കുന്നത്, ഇഫ് വി റീപ്ലേസ് എക്സ് ബൈ 1 എവ്രിവേർ ഇൻ പി ഓഫ് എക്സ് വി ഗെറ്റ്. പി ഓഫ് എക്സിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ എക്സിന് പകരം 1 റീപ്ലേസ് ചെയ്താൽ, അതായത് പി ഓഫ് എക്സ് എന്നുള്ളത് ചേഞ്ച് ചെയ്തിട്ട് പി ഓഫ് 1 ആക്കിയാൽ എന്താണ് അതിൻ്റെ ആൻസർ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ പി ഓഫ് 1 ഈക്വൽ ടു എക്സിന് ബദലിക്ക് 1 മാറ്റി കൊടുക്കുക. അങ്ങനെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ പി ഓഫ് 1 ഈക്വൽ ടു 5 × 1³ മൈനസ് 2 × 1² പ്ലസ് 3 × 1 മൈനസ് 2 എന്ന് കിട്ടും. ഇതിൽ 1³ ക്യൂബാണ്. 5 × 1 5 തന്നെയാണ്. മൈനസ് 2 × 1 മൈനസ് 2, 3 × 1 3 മൈനസ് 2. അങ്ങനെ നമ്മൾ ഇത് ചുരുക്കി എഴുതുമ്പോൾ 5 മൈനസ് 2 പ്ലസ് 3 മൈനസ് 2 എന്ന് കിട്ടും. മൈനസ് 2 മൈനസ് 2 കൂടി ആഡ് ആക്കിയാൽ മൈനസ് 4 ആണുള്ളത്. അപ്പോൾ 5 മൈനസ് 4 എന്ന് പറയുന്നത് 1 ആണ്. 1 പ്ലസ് 3 എന്നുള്ളത് 4. ആൻസർ 4 എന്നാണ്. സോ വി സേ ദാറ്റ് ദ വാല്യൂ ഓഫ് പി ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 1 ഈസ് 4. ഇനി അതേപോലത്തെ സെയിം ക്വസ്റ്റ്യന് സിമിലർലി നമ്മളിവിടെ ടോപ്പിക്ക് സീറോസ് ഓഫ് എ പോളിനോമിയലാണ്. അപ്പോൾ നമ്മൾ ആ ഒരു എക്സ് എന്നുള്ള വാരിയബിൾ ചേഞ്ച് ആക്കിയിട്ട് 0 ആക്കുമ്പോൾ എന്താണ് ഉത്തരം കിട്ടുക എന്നുള്ളതാണ് നോക്കുന്നത്. സോ വി സേ അതേപോലെ സിമിലർലി പി ഓഫ് 0 ഈക്വൽ ടു 0 ആണ് നമ്മളവിടെ കമ്പ്യൂട്ട് ചെയ്യുന്ന വാല്യൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ എന്തായിട്ട് മാറും? ഈക്വൽ ടു 5x³. എക്സിന് നമ്മൾ 0 ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. അപ്പോൾ 5 × 0³ മൈനസ് 2 × 0² പ്ലസ് 3 × 0 മൈനസ് 2 എന്നാണ് അതിൻ്റെ ആൻസർ. നമ്മൾ ഏത് നമ്പറിനെയും കൊണ്ടും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 0 ആയിട്ട് തന്നെ ക്യാൻസൽ ചെയ്ത് പോകും. സോ ഇവിടെ ലെഫ്റ്റ് ആയിട്ടുള്ളത് ലാസ്റ്റത്തെ ആ ഒരു മൈനസ് 2 എന്നുള്ള ടേം മാത്രമാണ്. അപ്പോൾ ഈക്വൽ ടു മൈനസ് 2 ആണ്. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, ക്യാൻ യു ഫൈൻഡ് പി ഓഫ് -1 -1 എന്നുള്ള എക്സിന് ബദലിക്ക് -1 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുമോ? യെസ്, നമുക്ക് അതിൻ്റെ ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 × -1³ ആണ്. ഈ -1 ഈവൺ ഇൻറ്റിജേഴ്സാണ് റേസ് ടു അതിൻ്റെ പവറായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ അത് +1 ആവും. ഓഡ് ഇൻറ്റിജേഴ്സാണ് അതിൻ്റെ പവറായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ അത് -1 ആയിട്ട് തന്നെ വരിക. അപ്പോൾ x³ എന്നുള്ളിടത്ത് -1³ ആകുമ്പോൾ -1 ആയിരിക്കും. -1² ആകുമ്പോൾ +1 ആവും. -1 റേസ് ടു 1 ആകുമ്പോൾ അത് ഓടല്ലേ, അപ്പോൾ -1 തന്നെ വീണ്ടും ആവും. അപ്പോൾ അതിൻ്റെ ഉത്തരം എങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ പി ഓഫ് -1 ഈക്വൽ ടു -5 -2 -3 -2 എന്നാണ് കിട്ടുക. ഇവിടെ -3 വരാൻ കാരണം എന്താണ്? 3 × -1, അപ്പോൾ -3. ബാക്കിയുള്ളതൊക്കെ പിന്നെ -2 ഉള്ളത് -2 തന്നെ വരാൻ കാരണം 1² ആണ്. -1² +1 തന്നെ ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ടാകും. അപ്പോൾ -2 തന്നെ വരും. അപ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടുക 5 -5 ആണ്. ഫുള്ള് മൈനസ് ടേംസ് ആണ് വരിക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 7 -12 എന്നാണ് ആൻസർ കിട്ടുക. -12 എന്നുള്ളത്. ഇനി നെക്സ്റ്റ് എക്സാമ്പിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. Find the value of each of the following polynomials as the indicated value of variables. Find the value of each of the following polynomials. ഇതിൽ നമുക്ക് തന്നിട്ടുള്ള ഓരോ പോളിനോമിയൽസിൻ്റെ വേരിയബിൾസും ആദ്യത് ഇൻഡിക്കേറ്റഡ് വാല്യൂ ഓഫ് വാരിയബിൾസ് നമുക്ക് തന്നിട്ടുള്ള വാരിയബിൾസിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ പി ഓഫ് എക്സ് ഈക്വൽ ടു 5x² മൈനസ് 3x പ്ലസ് 7 ആണ്. ഇവിടെ എക്സിൻ്റെ വാരിയബിൾ എക്സ് എന്നുള്ള വാരിയബിൾ ചേഞ്ച് ആക്കിയിട്ട് 1 എന്നുള്ള ഇൻഡിജറാക്കി മാറ്റണം. പോളിനോമിയലായിട്ട് 1 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താ കിട്ടുക? നമുക്ക് ഫസ്റ്റ് തന്നെ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആൻസർ സൊല്യൂഷൻ നോക്കാതെ തന്നെ ഡിസ്കസ് ചെയ്യാം. 1 അല്ലേ കൊടുക്കണ്ടേ? അപ്പോൾ 5 × 1² 5 തന്നെ -3 × 1 കൊണ്ട് എന്ത് ചെയ്താലും സെയിം ആ ആൻസർ തന്നെ വരിക. അപ്പോൾ 5 - 3 എന്ന് പറഞ്ഞാൽ +2 ആണ്. 2 + 7 9
9 കിട്ടും. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നോക്കി നോക്കാം 9 തന്നെയാണോ കിട്ടണമെന്ന്. നമുക്ക് ടെക്സ്റ്റിൽ തന്ന സൊല്യൂഷൻ എന്താണ്? പി ഓഫ് എക്സ് ഈക്വൽ ടു 5x² മൈനസ് 3x പ്ലസ് 7 ദ വാല്യൂ ഓഫ് ദ പൊളിനോമിയൽ പി ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 1 ഈസ് ഗിവൺ ബൈ ദ പി ഓഫ് 1 ഈക്വൽ ടു 5 ഇൻറ്റു 1² മൈനസ് 3 ഇൻറ്റു 1 പ്ലസ് 7 ഈക്വൽ ടു 5 മൈനസ് 3 പ്ലസ് 7 വിച്ച് ഈസ് ഈക്വൽ ടു 9. നമുക്ക് കിട്ടിയ പോലെ തന്നെ അല്ലേ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും ആൻസേഴ്സ് കണ്ടെത്തുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്യൂ ഓഫ് വൈ ഈക്വൽ ടു 3y³ മൈനസ് 4y പ്ലസ് √11 അറ്റ് y ഈക്വൽ ടു 2 എന്നാണ്. വൈക്ക് 2 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഫസ്റ്റത്തേത് ക്യൂ ഓഫ് 2 ഈക്വൽ ടു 2 ആണ് നമ്മുടെ വാരിയബിൾ ചേഞ്ച് ആക്കിയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ വൈ ക്യൂബാണ് ആദ്യത്തെ ഇൻഡിജർ. വൈ ക്യൂബ് പറയുമ്പോൾ 2 ക്യൂബ് 2 ഇൻറ്റു 2 4 4 ഇൻറ്റു 2 8 2 ക്യൂബ് 8 ആണ്. പിന്നെ വൈ ഉള്ളടത്ത് 2 തന്നെ. അപ്പോൾ 3 ഇൻറ്റു 8 ഫസ്റ്റത്തെ ടേം 3 ഇൻറ്റു 8 24 8 16 24 ഫസ്റ്റത്തെ ടേം 24 മൈനസ് 4 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 8 24 മൈനസ് 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 അല്ലേ. 16 പ്ലസ് √11 അതേപോലെ തന്നെ, അതിന് വേരിയബിൾ ഇല്ലല്ലോ. അപ്പോൾ 16 പ്ലസ് √11 എന്നാണ് ആൻസർ കിട്ടുക. നമുക്ക് ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്ന സൊല്യൂഷൻ നോക്കി നോക്കാം. ക്യൂ ഓഫ് വൈ ഈക്വൽ ടു 3y³ മൈനസ് 4y പ്ലസ് √11 ദ വാല്യൂ ഓഫ് ദ പൊളിനോമിയൽ ക്യൂ ഓഫ് വൈ ഈക്വൽ അറ്റ് y ഈക്വൽ ടു 2 ഈസ് ഗിവൺ ബൈ ക്യൂ ഓഫ് 2 ഈക്വൽ ടു 3 ഇൻറ്റു 2³ മൈനസ് 4 ഇൻറ്റു 2 പ്ലസ് √11 ഈക്വൽ ടു 24 മൈനസ് 8 പ്ലസ് √11 വിച്ച് ഈസ് ഈക്വൽ ടു 60 പ്ലസ് √11. ആൻസർ കിട്ടിയാലോ 60 പ്ലസ് √11. ഇനി ലാസ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പി ഓഫ് ടി ഈക്വൽ ടു 4t റേസ്റ്റ്, ഇവിടെ വാരിയബിൾ ടി ആണ്. അപ്പോൾ പി ഓഫ് ടി ഈക്വൽ ടു 4t റേസ്റ്റ് ടു 4 പ്ലസ് 5t³ മൈനസ് t² പ്ലസ് 6 ആണ്. ആറ്റ് ടി ഈക്വൽ ടു എ. ടിക്ക് നമ്മൾ ടി എന്നുള്ള വാരിയബിൾ ചേഞ്ച് ആക്കിയിട്ട് എ എന്നുള്ള ഒരു വാല്യൂ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് വരിക? സെയിം ആ ടിക്ക് ബദൽ എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. അപ്പം കിട്ടുക 4a റേസ് ടു 4 പ്ലസ് 5a³ മൈനസ് a² പ്ലസ് 6 എന്ന് കിട്ടും. സിംപ്ലറാണ്. അതേമാതിരി ടെക്സ്റ്റിൽ തരുന്നു പി ഓഫ് ടി ഈക്വൽ ടു, ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് പി ഓഫ് ടി ഈക്വൽ ടു 4t റേസ് ടു 4 പ്ലസ് 5t³ മൈനസ് t² പ്ലസ് 6 ആണ് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് ദി പോളിനോമിയൽ പി ഓഫ് ടി അറ്റ് ടി ഈക്വൽ ടു എ ഈസ് ഗിവൺ ബൈ. അപ്പോൾ ടി എ ആയിട്ട് ആവുമ്പോൾ നമ്മൾ ആൻസർ എന്തായിട്ട് മാറും? പി ഓഫ് എ ആയിട്ട് ചേഞ്ച് ചെയ്യും. പി ഓഫ് എ ഈക്വൽ ടു 4a റേസ് ടു 4 പ്ലസ് 5a³ മൈനസ് a² പ്ലസ് 6 ആവും. ഓക്കെ, നൗ കൺസിഡർ ദി പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ഒരു പോളിനോമിയൽ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 1 ആണ്. വാട്ട് ഈസ് പി ഓഫ് 1? പി ഓഫ് 1 ആണെങ്കിൽ എന്തായിരിക്കും? നമ്മൾ എക്സ് ചേഞ്ച് ചെയ്തിട്ട് 1 എന്നുള്ള വാല്യൂ കൊടുക്കുകയാണ്. അപ്പോൾ എക്സിൻ്റെ ബദലിക്ക് 1 കൊടുക്കുക. അപ്പോൾ 1 മൈനസ് 1 എന്താ? 0 ആണ് അല്ലേ. അപ്പോൾ നോട്ട് ദാറ്റ് പി ഓഫ് 1 ഈക്വൽ ടു 1 മൈനസ് 1 ഈക്വൽ ടു 0. ആസ് പി ഓഫ് 1 0 ആണെങ്കിൽ വി സേ ദാറ്റ് 1 ഈസ് എ 0 ഓഫ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ്. ഇനി ഇവിടെ പി ഓഫ് 1 നമുക്ക് 0 കിട്ടി. 0 കിട്ടി, നമുക്ക് അത് ചുരുക്കിയിട്ട് എങ്ങനെ പറയാം? 1 ഈസ് എ 0 ഓഫ് ദി പോളിനോമിയൽ പി ഓഫ് എക്സ്. നമ്മൾ 1 അല്ലേ 1 എഴുതിയപ്പോഴല്ലേ നമുക്ക് 0 കിട്ടിയത്. അപ്പോൾ 1 എന്ന് പറയുന്നത് 0 ഓഫ് ദി പോളിനോമിയൽ പി ഓഫ് എക്സ്. പി ഓഫ് എക്സ് എന്നുള്ള പോളിനോമിയലിൻ്റെ 0 ആണ് 1 ചേഞ്ച് ആക്കുമ്പോഴാണ് നമുക്ക് 0 എന്ന് ആൻസർ കിട്ടുന്നത്. 1 ഈസ് എ 0 ഓഫ് ദി പോളിനോമിയൽ പി ഓഫ് എക്സ്. സിമിലർലി വി ക്യാൻ ചെക്ക് ദാറ്റ് 2 ഈസ് എ 0 ഓഫ് ക്യൂ ഓഫ് എക്സ് വേർ ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2. നമുക്കിനി ചെക്ക് ചെയ്യാം. ക്യൂ ഓഫ് എക്സ് അറ്റ് ടു ആണ് ക്യൂ ഓഫ് എക്സിൻ്റെ 0 ഓഫ് ദി പോളിനോമിയൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു പോളിനോമിയൽ ക്യൂ ഓഫ് എക്സ് വാല്യൂ എക്സ് മൈനസ് 2 ആണ്. അപ്പോൾ എക്സിന് എന്തായിട്ട് കൊടുക്കേണ്ടി വരിക? +2 കൊടുക്കേണ്ടി വരും അല്ലേ. അങ്ങനെ ആകുമ്പോഴല്ലേ ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ആണ്. അപ്പോൾ ക്യൂ ഓഫ് 2 ഈക്വൽ ടു ക്യൂ ഓഫ് 2 ആണ് 0 ഓഫ് ക്യൂ ഓഫ് എക്സ്. അതാണ് 2 ഈസ് എ 0 ഓഫ് ദി പോളിനോമിയൽ ക്യൂ ഓഫ് എക്സ്. ഇവിടെ 2 ആണ് 0 ഓഫ് ദി പോളിനോമിയൽ ക്യൂ ഓഫ് എക്സ് ആയിട്ട് വരുന്നത്. നമുക്ക് ചെക്ക് ചെയ്യാം. കാരണം 2 മൈനസ് 2 ആണ് 0 വരിക അല്ലേ. അപ്പോൾ എക്സിൻ്റെ ടേം എന്തായിട്ട് മാറും? 2 ആയിട്ട് മാറും. ഇൻ ജനറൽ വി സേ ദാറ്റ് എ 0 ഓഫ് എ പോളിനോമിയൽ ക്യൂ ഓഫ് എക്സ് ഈസ് എ നമ്പർ സി സച്ച് ദാറ്റ് പി ഓഫ് സി ഈക്വൽ ടു 0. ജനറലായിട്ട് നമ്മൾ പറയാം 0 ഓഫ് എ പോളിനോമിയൽ, ഒരു പി ഓഫ് എക്സ് എന്നുള്ള ഒരു പോളിനോമിയലിൻ്റെ 0 ഓഫ് എ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ, ഏതെങ്കിലും ഒരു അൺനോൺ നമ്പർ സി ആണ് നമ്മളിവിടെ ഇൻഡിക്കേറ്റ് ചെയ്യണത്. അപ്പോൾ സി അങ്ങനെയാണെങ്കിൽ സച്ച് ദാറ്റ് പി ഓഫ് സി, ആ പി ഓഫ് സി എന്ന് പറയുന്നത് ആൾവേസ് എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ ആ ഒരു അൺനോൺ നമ്പർ, എന്ത് നമ്പറാണോ നമ്മൾ ചേഞ്ച് ചെയ്യണത് ആ നമ്പറിൻ്റെ പോളിനോമിയൽ പി ഓഫ് ആ നമ്പർ ചെയ്യുമ്പോൾ അത് 0 കിട്ടുകയെന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഇതിൻ്റെ പി ഓഫ് എക്സിൻ്റെ 0 ഓഫ് ദി പോളിനോമിയലാണ്. 0 ഓഫ് ദി പോളിനോമിയൽ പി ഓഫ് എക്സ് എന്ന് വിളിക്കാം.
we must have observed that the zero of the polynomial x minus 1 നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തു x minus 1 is obtained by equating it to 0. അത് 0 ആയിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. അതായത് x minus 1 equal to 0, that is x minus 1 equal to 0 എന്ന് പറഞ്ഞാൽ x എന്തായിട്ട് മാറും, -1 ലെഫ്റ്റ് സൈഡ് അല്ലേ, ആ റൈറ്റ് സൈഡ് കൊണ്ടുമ്പോൾ +1 ആവും. അപ്പോൾ x equal to +1 which gives x equal to 1. we say p of x equal to 0. അപ്പോൾ നമുക്ക് പറയാം p of x എന്ന് പറയുന്നത് 0 ആണ് എന്നുള്ളത്. 0 of a polynomial equation and 1 is the root of the polynomial equation. p of x equal to 0 of the polynomial and 1 is the root of the polynomial equation p of x equal to 0. So we say 1 is the 0 of the polynomial x minus 1. നമുക്ക് പറയാം 1 is the 0 of the polynomial ഏതാണ് ടോട്ടൽ x minus 1 അല്ലെങ്കിൽ or the root of the polynomial equation x minus 1 equal to 0. Now consider the constant polynomial 5. Can you tell what is 0 is? ഇവിടെ ഏതാണ് 0 ഇട്ട് വരിക? ഒരു കോൺസ്റ്റൻറ്റ് പോളിനോമിയലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് 5 മാത്രമുള്ളൂ, അതിൽ വാരിയബിൾസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ അത് 0 ഓഫ് ദി പോളിനോമിയൽ എങ്ങനെ നമുക്ക് പറയാം? ഇറ്റ് ഹാസ് നോ 0 ബിക്കോസ് അതിനെ നമുക്ക് 0 ഓഫ് ദി പോളിനോമിയൽ പറയാൻ കഴിയില്ല, കാരണം വാരിയബിൾ ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് പറയാം എക്സ് എന്നുള്ള ടേമിൻ്റെ അവിടെ എന്തായിട്ട് മാറും? എക്സ് 5 തന്നെയാണ് ആ ഒരു വാല്യൂ ഉള്ളത്. അപ്പോൾ പോളിനോമിയൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 5 എക്സ് ടേം കൊണ്ടുവരികയാണെങ്കിൽ എക്സ് റേസ് ടു 0 ആണ്. എക്സ് റേസ് ടു 0 എന്ന് പറഞ്ഞാൽ ആൾവേസ് എന്താണ്? 1 ആയിരിക്കും. ഏത് ഒരു വാരിയബിളും റേസ് ടു 0 ചെയ്യുകയാണെങ്കിൽ അത് 1 തന്നെയാണ് ഉത്തരം കിട്ടുക. അപ്പോൾ ഇറ്റ് ഹാസ് നോ 0 ബിക്കോസ് റീപ്ലേസിങ് എക്സ് ബൈ എ നമ്പർ ഇൻ എ 5 എക്സ് റേസ് ടു 0. ആ ഒരു 5 എന്നുള്ള ആ ഒരു നമ്പറിനെ നമ്മൾ എക്സ്ക്ക് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണ ആ ഒരു കോൺസ്റ്റൻറ്റ് വാരിയബിൾ നമുക്ക് കിട്ടുന്നത് 5 എക്സ് റേസ് ടു 0 ആയിട്ടാണ്. സ്റ്റിൽ ഗീവ്സ് 5. വീണ്ടും അത് 5 തന്നെ കിട്ടും. ഇൻ ഫാക്ട് എ നോൺ സീറോ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ ഹാസ് നോ 0. അപ്പോൾ ഈ ഒരു നോൺ സീറോ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ ആണെന്നുണ്ടെങ്കിൽ അതിന് നോ 0 അതിന് 0 ഓഫ് ദി പോളിനോമിയൽ ഇല്ല. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടേംസിന് 0 ഓഫ് ദി പോളിനോമിയൽ ഇല്ല. വാട്ട് അബൌട്ട് ദി സീറോസ് ഓഫ് ദി 0 പോളിനോമിയൽ? ഇനി സീറോസ് ഓഫ് ദി 0 പോളിനോമിയൽ എങ്ങനെ ആയിരിക്കും? p of 0 0 ആവും. ബൈ കൺവേർഷൻ എവറി റിയൽ നമ്പർ ഈസ് എ 0 ഓഫ് ദി 0 പോളിനോമിയൽ. നമ്മൾ കൺവേർഷൻ ഇത് ചെയ്യുമ്പോൾ നമുക്കറിയാം എല്ലാ റിയൽ നമ്പേഴ്സും 0 ഓഫ് ദി പോളിനോമിയൽ 0 ഓഫ് ദി 0 ഓഫ് ദി പോളിനോമിയലാണ് 0 ഓഫ് ദി 0 പോളിനോമിയലാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കൺക്ലൂഷനിൽ പറയുകയാണെങ്കിൽ എല്ലാ റിയൽ നമ്പേഴ്സും 0 ഓഫ് ദി 0 പോളിനോമിയലാണ്. അതിന് ഉദാഹരണമാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. ചെക്ക് വെദർ -2 ആൻഡ് +2 ആർ 0 ഓഫ് ദി പോളിനോമിയൽ എക്സ് +2 ആണ്. അപ്പോൾ ഫസ്റ്റ് -2 വെച്ചിട്ട് p ഓഫ് -2 കാണണം, പിന്നെ p ഓഫ് 2 കാണണം. അതിൻ്റെയൊക്കെ സീറോസ് ഓഫ് പോളിനോമിയൽ. ഫസ്റ്റ് നമുക്ക് p ഓഫ് x നമുക്ക് തന്നിട്ടുണ്ട് x +2 ആണെന്നുള്ളത്. ദെൻ p ഓഫ് 2 എന്ന് പറയുമ്പോൾ 2 ആണെങ്കിൽ അതെന്തായിട്ട് മാറും? 2 + 2 4 ആവും. p ഓഫ് -2 ആണെങ്കിൽ -2 + 2 0 ആയിട്ട് മാറും. അപ്പോൾ therefore -2 ഈസ് ദ 0 ഓഫ് ദി പോളിനോമിയൽ. അപ്പോൾ നമുക്ക് -2 ടേം എക്സിന് വാരിയബിൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് 0 ഓഫ് ദി പോളിനോമിയൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ -2 എന്ന് പറഞ്ഞാൽ 0 ഓഫ് ദി പോളിനോമിയലാണ്. പോളിനോമിയൽ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ x +2 ആണ്. ബട്ട് 2 ഈസ് നോട്ട് 2 0 ഓഫ് ദി പോളിനോമിയൽ അല്ല, കാരണം 2ക്ക് ഒരു ഉത്തരം കിട്ടുന്നുണ്ട് 4 എന്നുള്ളത് അല്ലേ. 0 കിട്ടുകയെന്നുണ്ടെങ്കിലുള്ള ആ ഒരു പോളിനോമിയലിൻ്റെ 0 ഓഫ് ദി പോളിനോമിയൽ ആവുള്ളൂ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യന് ഫൈൻഡ് 0 ഓഫ് ദി പോളിനോമിയൽ p of x equal to 2x + 1. 0 ഓഫ് ദി പോളിനോമിയൽ p of x തന്നിട്ടുണ്ട് 2x + 1 ആണ്. അതിൻ്റെ 0 ഓഫ് ദി പോളിനോമിയലാണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡിങ് എ 0 ഓഫ് p of x. ആ ഒരു p of x 0 കാണണമെങ്കിൽ ഇസ് ദ സെയിം ആസ് സോൾവിങ് ദ ഇക്വേഷൻ p of x. ആദ്യം തന്നെ നമുക്ക് എഴുതാം p of x equal to 0 എന്ന് എഴുതാം. എന്നിട്ട് അത് ഇതിൽ കമ്പ്യൂട്ട് ചെയ്യുക, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നൗ 2x + 1 നമ്മൾ 0 എന്ന് കൊടുക്കുക. കാരണം ഇവിടെ ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട് 0 ഓഫ് ദി പോളിനോമിയലാണ് കാണേണ്ടത്. p of x 2x + 1 ആണെന്ന്. അപ്പോൾ 2x + 1 ഈക്വൽ ടു എന്തായിട്ട് മാറണം? 0 ആയിട്ട് മാറണം. 2x + 1 0 ആയിട്ട് മാറണം എന്ന് പറഞ്ഞാൽ 2x ഈക്വൽ ടു -1 ആയിരിക്കും. ഈ ലെഫ്റ്റ് സൈഡിലെ 1 +1 ആണ്, അത് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ -1 ആവും. 2x ഈക്വൽ ടു -1 കിട്ടും. പിന്നെ ലെഫ്റ്റ് സൈഡിലുള്ള എക്സിൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്, റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ ഡിവൈഡ് ചെയ്യും 2. അപ്പോൾ x ഈക്വൽ ടു -1 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. സോ -1/2 ഈസ് എ പോളിനോമിയൽ 0 ഓഫ് എ പോളിനോമിയൽ. അപ്പോൾ ഇവിടെ നമുക്ക് -1/2 എന്നുള്ള ഒരു ടേമാണ് 0 ഓഫ് ദി പോളിനോമിയൽ. ക്വസ്റ്റ്യനിലുള്ള 2x + 1 എന്നുള്ള ആ ഒരു ടേമിൽ 0 ഓഫ് ദി പോളിനോമിയലായിട്ട് കിട്ടുന്നത് -1/2 എന്നാണ്. Now if p of x equal to ax plus b a not equal to 0 is a linear polynomial. Now ഇനി ഇവിടെ പറയണേ p
പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി ആണ്. പക്ഷേ എ നോട്ട് ഈക്വൽ ടു 0 ആണ്. എ ഒരിക്കലും 0 ആവില്ല. അതൊരു ലീനിയർ പോളിനോമിയലാണ്. കാരണം എക്സ് റേസ് ടു 1 ആണ്, എക്സിൻ്റെ ടേമാണ്, ലീനിയർ പോളിനോമിയലാണ്. ഹൗ ക്യാൻ വി ഫൈൻഡ് എ 0 ഓഫ് പി ഓഫ് എക്സ്? ഇവിടെ നമ്മൾ 0 ഓഫ് പി ഓഫ് എക്സ് ഇങ്ങനെ കണ്ടുപിടിക്കും. എക്സാമ്പിൾ 4 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മുന്നേ. മേ ഹാവ് ഗിവൺ യു സം ഐഡിയ ഫൈൻഡിങ് എ 0 ഓഫ് ദി പോളിനോമിയൽ പി ഓഫ് എക്സ് എമൗണ്ട്സ് ടു സോൾവിങ് ദ പോളിനോമിയൽ ഇക്വേഷൻ പി ഓഫ് എക്സ് ഈക്വൽ ടു 0. നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ട് നമുക്ക് കിട്ടിയല്ലോ. അങ്ങനെ ആ ഒരു ഐഡിയ വെച്ചിട്ട് തന്നെ ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞത്. അതായത് നമുക്ക് പി ഓഫ് എക്സ് തന്നിട്ടുണ്ട് എ എക്സ് പ്ലസ് ബി എന്നുള്ളത്. പിന്നെ അതാണ് 0 ഓഫ് ദി പോളിനോമിയൽ ആക്കും വേണം. പക്ഷേ എ നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നോ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 ഓഫ് ദി പോളിനോമിയൽ ഇക്വേഷൻ കാണണമല്ലോ. അപ്പോൾ പി ഓഫ് എക്സ് 0 മീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു 0 ആണ്. അതിൽ എ നോട്ട് ഈക്വൽ ടു 0 ആണ്. എ നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എ ടേം എടുക്കുക. സോ എക്സിനെ അവിടെ വെക്കുക ഈക്വൽ ടു ഈ പ്ലസ് ബീനെ ലെഫ്റ്റ് സൈഡിലെ പ്ലസ് ബീനെ റൈറ്റ് സൈഡ് കൊണ്ടുപോകുമ്പോൾ മൈനസ് ബി ആവും. എ എക്സ് ഈക്വൽ ടു മൈനസ് ബി ആണ്. അപ്പോൾ നമ്മുടെ എക്സിൻ്റെ ടേം എന്തായിട്ട് മാറും? എക്സ് ഈക്വൽ ടു മൈനസ് ബി, ഇവിടെ ഇൻറ്റു ആണ് അല്ലേ. എന്നുള്ളത് വാല്യൂ എക്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ ഡിവൈഡ് ചെയ്യും. എക്സ് ഈക്വൽ ടു മൈനസ് ബി ഡിവൈഡഡ് ബൈ എ. സോ എക്സ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ ഈസ് ദി ഓൺലി 0 ഓഫ് ദി പോളിനോമിയൽ പി ഓഫ് എക്സ്. ദാറ്റ് ഈസ് എ എക്സ് ആണല്ലോ നമ്മുടെ ടേം. അപ്പോൾ ദാറ്റ് ഈസ് എ ലീനിയർ പോളിനോമിയൽ. അത് ലീനിയർ പോളിനോമിയൽ ഹാസ് വൺ ആൻഡ് ഓൺലി 1 0. ലീനിയർ പോളിനോമിയൽ ആണെങ്കിൽ അതിനാകെ ഒരു 0 ഉള്ളൂ ഉണ്ടാവുക. 1 ആൻഡ് ഓൺലി 1 0 ഓഫ് ദി പോളിനോമിയൽ ഉള്ളൂ ഉണ്ടാവുക. നോ വി ക്യാൻ സേ ദാറ്റ് 1 ഈസ് ദ 0 ഓഫ് എക്സ് മൈനസ് 1 ആൻഡ് മൈനസ് 2 ഈസ് ദ 0 ഓഫ് എക്സ് പ്ലസ് 2. നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. മുന്നേ നമ്മൾ പഠിച്ച പോലെ തന്നെ 1 ആണെന്നുണ്ടെങ്കിൽ 0 ഓഫ് ദി ആ ഒരു പോളിനോമിയൽ എന്തായിരിക്കും? പി ഓഫ് 1 എന്തായിരിക്കും? എക്സ് മൈനസ് 1 ആയിരിക്കും. മൈനസ് 2 ആണെങ്കിൽ അത് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 2 ആയിരിക്കും. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ, അതന്നെ. ഇനി ലാസ്റ്റത്തെ ക്വസ്റ്റ്യന്, വെരിഫൈ വെദർ 2 and 0 are zeros of the polynomial x square minus 2x. അപ്പോൾ ഇവിടെ നമുക്ക് 2ഉം 0ഉം തന്നിട്ടുണ്ട്, zeros of the x square minus 2x എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? പി ഓഫ് 2 കാണണം, അതിന് ശേഷം പി ഓഫ് 0 കാണണം. പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ x square minus 2x ആണ്. x square minus 2x എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ നോ ഫസ്റ്റ് നമുക്ക് ഉത്തരം നോക്കാം. സൊല്യൂഷന് പി ഓഫ് എക്സ് തന്നത് എടുത്തെഴുതുക, എക്സ് സ്ക്വയർ മൈനസ് 2x എന്നുള്ളത്. ദെൻ ഫസ്റ്റ് കാണുന്നത് പി ഓഫ് 2 ആണ്. പി ഓഫ് 2 കാണുമ്പോൾ 2 സ്ക്വയർ മൈനസ് 2x പറഞ്ഞാൽ 4 മൈനസ് 4 ആണ്. 2 സ്ക്വയർ 2 തന്നെയാണ്, 4 തന്നെയാണ്. 2 ഇൻറ്റു 2ഉം 4 ആണ്. 4 മൈനസ് 4 0 ആണ്. അപ്പോൾ അത് സീറോസ് ഓഫ് ദി പോളിനോമിയലാണ്. അത് കറക്റ്റാണ്. ആൻഡ് പി ഓഫ് 0 ആകുമ്പോൾ എന്താണ്? 0 മൈനസ് 0, ആ ടേം 0 ആണ് അല്ലേ. ഹിയർ 2 ആൻഡ് 0 ആർ ബോത്ത് സീറോസ് ഓഫ് ദി പോളിനോമിയൽ എക്സ് സ്ക്വയർ മൈനസ് 2x. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 2x ആയതുകൊണ്ട് നമുക്ക് 2 സീറോസ് ഓഫ് ദി പോളിനോമിയൽ കിട്ടിയിട്ടുണ്ട്. 2ഉം 0ഉം സീറോസ് ഓഫ് ദി പോളിനോമിയലാണ്. നൗ ലെറ്റ് us ലിസ്റ്റ് അവർ ഒബ്സർവേഷൻ. അപ്പോൾ നമ്മുടെ ഒബ്സർവേഷൻ ലിസ്റ്റ് ചെയ്യുക. എ 0 ഓഫ് പോളിനോമിയൽ നീഡ് നോട്ട് ബി 0 ഓഫ് ദി പോളിനോമിയൽ എന്ന് പറയുന്നത് 0 ആവണമെന്നില്ല. 0 മേ ബി എ 0 ഓഫ് ദി പോളിനോമിയൽ. 0 ആണെങ്കിൽ അതെന്തായിരിക്കും? 0 ഓഫ് ദി പോളിനോമിയൽ തന്നെ ആയിരിക്കും. എവറി ലീനിയർ പോളിനോമിയൽ ഹാസ് 1 ആൻഡ് ഓൺലി 1 0. ലീനിയർ പോളിനോമിയൽ ആണോ അതിനാകെ ഒരു 0 ഓഫ് ദി പോളിനോമിയലേ ഉണ്ടാവുള്ളൂ. എ പോളിനോമിയൽ ക്യാൻ ഹാവ് മോർ ദാൻ 1 0. ഇനി പോളിനോമിയൽസ് ലീനിയർ ഒഴിച്ചിട്ടുള്ള ബാക്കി ക്വാഡ്രാറ്റിക്, ക്യൂബിക് പോളിനോമിയൽ, ഇങ്ങനെയുള്ള പോളിനോമിയൽസിനൊക്കെ മോർ ദാൻ 1 0 ഓഫ് ദി പോളിനോമിയൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എക്സർസൈസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ചോദിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക.